എല്ലാ കർഷകരും എപ്പോഴും പറയാറുണ്ട്, സ്ഥലമല്ല മനസ്സാണ് വേണ്ടത്. വീടിൻ്റെ ടെറസിൽ ഒരു 800 സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ടെങ്കിൽ വിപണിയെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാനുള്ള മുഴുവൻ പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. ഏത് ബോംബും നിർവീര്യമാക്കാൻ കഴിയുന്ന ഒരാളുണ്ട് തിരുവനന്തപുരത്ത്. രാജ് സദാശിവൻ ബോംബ് സ്ക്വാഡിലാണല്ലേ? ബോംബ് ഭീഷണി ഉണ്ടായിരുന്നോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട്? ഇല്ല, അങ്ങനെയില്ല. പക്ഷെ നമ്മൾ എപ്പോഴും അലർട്ടാണല്ലോ. ആ ഒരു ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. എന്നാലും നമ്മളെപ്പോഴും സെക്യൂർ ആക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാം അങ്ങനെ ചെക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 19 തരം അതെ വിളവുകൾ ഈ ചെറിയ സ്ഥലത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതെ അതെ. എങ്ങനെയാണ് തുടങ്ങി? കുട്ടിക്കാലം മുതൽ കൃഷിയോട് ചെറിയ താല്പര്യമുണ്ട്. അത് വെച്ചാൽ നമ്മൾ വെക്കേഷൻ സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ കാണുന്നത് വയലും പയറും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു മനസ്സിലുണ്ടായിരുന്നുണ്ടാവാം എന്തോ 2006 കാലഘട്ടങ്ങളിലാണ് ഞാൻ കൃഷി ടെറസിൽ ചെറുതായിട്ട് തുടങ്ങിയത്. 19 കൊല്ലം മുമ്പാണ് തുടങ്ങുന്നത്. അത് പിന്നെ അങ്ങ് എന്താണ് കണ്ടിന്യൂ ചെയ്ത് പോവുമായിരുന്നു. കാര്യം വിപണിയിൽ നമുക്കിപ്പം ഒരു കറിവേപ്പില വാങ്ങിയാൽ പോലും ഏറ്റവും വിഷം അടിച്ചു വരുന്നത് കറിവേപ്പിലയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടെറസിൽ സ്വന്തമായിട്ടുണ്ടാക്കാമെന്ന് തീരുമാനിച്ചിട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഏറ്റവും വ്യത്യാസം എന്താ തോന്നി? ആദ്യം ഈ ടേസ്റ്റ് തന്നെ അല്ലേ? അതെ, തീർച്ചയായിട്ടും 100%. നമ്മളിപ്പോൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സ് തന്നെ ആയാലും നമ്മൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് നമുക്ക് ഈ ടെറസിലുണ്ടാകുന്ന ടേസ്റ്റ് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പുറമേ നിന്ന് വാങ്ങിക്കില്ല. ഈ മട്ടുപ്പാവ് കൃഷി എന്ന് പറയുമ്പോൾ ഇതുപോലെ പേണം പെട്ടെന്ന് മഴയും വെയിലും മാറി വരുന്നതാണ് ഒരു ടെൻഷൻ. അതെ അതെ, മഴ ഒരു വിഷയമാണ്. മഴ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പൊതുവേ മറ്റേ എല്ലാ കൃഷികളെയും പോലെ തന്നെ മഴ ടെറസിലും വലിയൊരു ബുദ്ധിമുട്ടാണ്. ഗ്രോ ബാഗിലാണ് മുഴുവൻ? ഗ്രോ ബാഗിലും ചെറിയ ഡ്രമ്മുകളിലുമാണ് പൂർണ്ണമായും കൃഷി ചെയ്യുന്നത്. 2 ദിവസം മുമ്പ് നെല്ല് വരെ ഗ്രോ ബാഗിൽ ചെയ്തു. അതൊരു ആഗ്രഹമായിരുന്നു നെൽകൃഷി ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഒരു 50 ഗ്രോ ബാഗിൽ നെൽകൃഷി ചെയ്തു. എത്ര സ്ക്വയർ ഫീറ്റ്? കഷ്ടി 800 സ്ക്വയർ ഫീറ്റ്. വീടൊരു 1800 സ്ക്വയർ ഫീറ്റ് ആണ്. എൻ്റെ പകുതിയോളം 800 സ്ക്വയർ ഫീറ്റ് എന്തായാലും ഇവിടെ ഉണ്ടാവും. അതാണ് ഏകദേശം. ഞാൻ വളർന്നിട്ടില്ല, അളക്കാൻ നേരമില്ല. പക്ഷെ എത്ര ഗ്രോ ബാഗ് ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. 250 മുകളിൽ ഗ്രോ ബാഗ് ഉണ്ട് ഇവിടെ. ഡ്രിപ്പ് ഇറിഗേഷൻ ഒന്നും ചെയ്തിട്ടില്ല. മാനുവലായിട്ട് ഞാൻ നടക്കാനൊക്കെയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് വഴി കൊടുത്തുകൊണ്ട് വേണം വയ്ക്കാനായിട്ട്. പിന്നെ ടെറസിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ചുവരുകളെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും വെയിറ്റ് ഇതിനകത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ടെറസിനെ ബാധിച്ചിട്ടില്ല ഇതുവരെ എനിക്ക്. പക്ഷേ എന്നാലും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഏതാണ് ടെറസിൽ ഏത് വിളക്കാണ് കൂടുതൽ? അത്യാവശ്യം വെയിൽ വേണ്ടുന്ന എല്ലാ കൃഷികളും. നമുക്കിപ്പോൾ ചീരയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ചീര കിട്ടും. എല്ലാ കൃഷികളും ചെയ്യാൻ പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം. മഴയുടെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ മഴമറയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടിരുന്നതാണ്, ഞാൻ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. നല്ലോണം കാറ്റും വെളിച്ചവും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ചെടികളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. കാന്താരി തൊട്ട് ഡ്രാഗൺ ഫ്രൂട്ട് വരെയുള്ള മുഴുവൻ സാധനങ്ങളും ഉണ്ട്. ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ നോക്കിയൊന്നുമില്ല. കിഴങ്ങ് വർഗ്ഗങ്ങൾ വെച്ചാൽ ഇപ്പം ഞാൻ കൂർക്ക വെച്ചിട്ടുണ്ട്. കൂർക്ക ഒരു 20 ബാഗിൽ കൂർക്ക വെച്ചിട്ടുണ്ട്. അത് വരുന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് ഉരുളക്കിഴങ്ങ് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് കുറച്ച് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ കൂവ ഇപ്പോൾ ഒരു 10 കിലോ ബാഗിൽ കൂവ വെച്ചിട്ടുണ്ട്. അത് ഒരു വർഷമാണ്, ഏകദേശം ഒരു വർഷമാണ് അതിന് ടൈം പറയുന്നത്, ഇല വാടുന്ന സമയം നോക്കിയിട്ട്. അതെ, ചേന വെച്ചിട്ടുണ്ട്. പിന്നെ കാച്ചിലുണ്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒന്നുമില്ലാത്തില്ല. അതെ അതെ. വഴുതനങ്ങ, തിരുവനന്തപുരത്ത് വഴുതനയും കത്തിരിന്ന് രണ്ടായിട്ടാണ് പറയുന്നത് അല്ലേ? അതെ അതെ. ഇതിപ്പം വഴുതന തന്നെയാണ്. കത്തിരി ഞാൻ അധികം വെച്ചിട്ടില്ല. കത്തിരിയുടെ ഷേപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നത് അല്ലേ? റൗണ്ട് ഷേപ്പിലുള്ളതിന് നമ്മൾ കത്തിരിക്ക എന്ന് പറയും. ഇത് വഴുതനയാണ്. 2 തരത്തിലുള്ള വഴുതനയുണ്ട്, വയലറ്റും പിന്നെ പച്ചയുമാണ്. ഏറ്റവും പെട്ടെന്ന് അസുഖം ബാധിക്കുന്ന ഒരു സംഭവമാണിത്. നമുക്ക് എന്നും ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ വൈറസ് പെട്ടെന്ന് ബാധിച്ചിട്ട് ഒരു ദിവസം രാവിലെ ഇതുപോലെ കാഴ്ച നിൽക്കുന്നത് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും മുഴുവൻ വാടിപ്പോകുന്നൊരവസ്ഥയുണ്ട്. എൻ്റെ ടെറസിൽ വഴുതന വയ്ക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ മിക്സിങ് തൊട്ട് ശ്രദ്ധിക്കണമല്ലോ. ഓക്കെ, മണ്ണ് ഒരുക്കുന്നത് പ്രധാന ഘടകമാണ്. മണ്ണ് നമ്മൾ ഒന്ന് വെച്ചാൽ നല്ലോണം വേരോടിപ്പോയാൽ മാത്രമേ ചെടി നന്നായിട്ട് വളരുള്ളൂ. അപ്പോൾ നമ്മൾ മണ്ണ് ഒരുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, പിന്നെ എള്ളുപൊടി, വേപ്പമിണ്ണാക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് മണ്ണൊരുക്കുക. അതിനു മുമ്പ് മണ്ണിന് നമ്മൾ അതിൻ്റെ pH ക്ലിയർ ചെയ്യണം. അപ്പോൾ നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് പോലുള്ള എന്തെങ്കിലും സംഭവം വെച്ചിട്ട് മണ്ണിനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ മണ്ണ് നോർമലായി വരും. അതിനുശേഷമാണ് നമ്മൾ അതിനകത്തേക്ക് ചെടി വയ്ക്കുക. അപ്പം മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ സമാസമായതുകൊണ്ട് തന്നെ അധികം വെയിറ്റ് ഇതിനകത്തേക്ക് വരുന്നില്ല. ഈക്വലിയാണ്. ഇപ്പം മണ്ണും ചകിരിച്ചോറും 50-50 ഞാൻ ഇടുന്നത്. ബാക്കി എല്ലാം ഓരോന്നിൻ്റെ ആനുപാതികമായിട്ടാണ് ഇടുന്നത്. തൈകൾ വരുന്ന സമയത്ത് തന്നെ നമ്മൾ സ്യൂഡോമോണാസ് കൃത്യമായിട്ട് കൊടുക്കുക.
പിന്നെ ഓരോ സമയങ്ങളിലും അതിന് കൊടുക്കേണ്ട മരുന്നുകൾ ഇങ്ങനെ കൊടുത്തു. തൈകളൊക്കെ ഇപ്പോൾ ഇനി പുറത്തുനിന്ന് പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചു. തൈകൾ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നല്ല അഗ്രോ സാറിന് വേണ്ട അഗ്രോ സാറിന് വാങ്ങിക്കുന്നത് നല്ല തൈകൾ അവിടെ കിട്ടാറുണ്ട്. ഹൈബ്രിഡ് തൈകളാണ്. അപ്പോൾ അത് ഞാൻ തുടക്കത്തിൽ തന്നെ നമുക്കിപ്പം ഈ തൈകൾ വെക്കുമ്പോൾ തുടക്കത്തിലേ തന്നെ അസുഖങ്ങൾ വന്ന് പോകാറുണ്ട്. അപ്പോൾ ആ ഒരു തുടക്കത്തിലുള്ള ഈ അസുഖങ്ങളൊന്നും ഈ അഗ്രോ ബസാറിൽ നിന്നുള്ള തൈകൾക്ക് ഉണ്ടാകാറില്ല എന്നാണ് എൻ്റെ ഒരു കാര്യം. നമുക്ക് 10 തൈ വാങ്ങിച്ചാൽ 10 തൈ കിട്ടും. കൃത്യമായിട്ട് നമ്മൾ അതിനെ വെയിൽ കാണിച്ച് 10 ദിവസത്തോളം ഈ കുമ്മായോ അല്ലെങ്കിൽ ഡോളമേറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്തിട്ടതിന് ശേഷം ബാക്കി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചട്ടിയിലേക്ക് വയ്ക്കുക. അതിനുശേഷമാണ് നമ്മൾ തൈകൾ വയ്ക്കുക. തൈകൾ വാങ്ങി അതിനെ കുറച്ച് നേരം ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ സ്യൂഡോമോണസിലൊക്കെ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ തൈകൾ തിരികെ വയ്ക്കുക. അല്ലെങ്കിൽ തൈകൾ വാങ്ങിയിട്ട് നേരെ നല്ല തൈകളാണെങ്കിൽ നേരെ വയ്ക്കാം ഉള്ളതാണ്. അപ്പോൾ അത് തുടക്കം മുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൈകൾ പോകാതെ തന്നെ നമുക്ക് കിട്ടും. ജാഗ്രത വേണം, തീർച്ചയായിട്ടും ജാഗ്രത വേണം. നമ്മളെല്ലാം ഓരോ ദിവസം നമ്മൾ ഇതിനകത്ത് നോക്കി ദിവസം ഇപ്പോൾ 2 ദിവസം ഞാൻ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം വരുമ്പോൾ ഇതിനകത്ത് മുഴുവൻ പുഴുവായിരിക്കും. അതിങ്ങനെ നമ്മൾ മാനുവലി എടുത്ത് കളയുക. ഇതിനകത്തൊക്കെ ഇരിക്കുന്ന പുഴുക്കളെ നേരിട്ട് എടുത്ത് കളയുകയാണ് ചെയ്യുക, എടുത്ത് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുക. അല്ലാതെ അതിനുവേണ്ടി മരുന്നടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാകും. വേപ്പെണ്ണ പോലെയുള്ള സംഭവങ്ങളാണ് കൂടുതലും അടിക്കുക. അപ്പോൾ അത് ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണ്, സ്പ്രേയറുണ്ട്, അത് തളിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വലിയ വേറെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളല്ല, ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവങ്ങളല്ല ഒന്നും തന്നെ ഞാൻ തളിക്കുന്നത്. പിന്നെ ഈ ചാണകവും ഗോമൂത്രവും ചേർത്തിട്ടുള്ള ഒരു മിക്സ് ഉണ്ട്. അപ്പോൾ അതും അധികം ഈ ഗന്ധം എന്ന് പറയുന്നത് പല കീടങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അതടിച്ചു കഴിഞ്ഞാൽ അധികം കീടങ്ങൾ അങ്ങനെ വരാറില്ല. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മരുന്നടിച്ചു എന്ന് പറഞ്ഞിട്ട് നാളെ ശക്തമായൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം അങ്ങ് പോകും. പിന്നെ വീണ്ടും നമ്മൾ ചെയ്യണം. അപ്പോൾ ഇന്ന് മരുന്നടിച്ചു കൃത്യമായ ദിവസങ്ങൾ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാലാവസ്ഥ നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ മരുന്ന്. നമുക്ക് തടയാനൊരു മേൽക്കൂരയുണ്ട്, ഇവരെ തടയാൻ ഒരു മേൽക്കൂര ഇല്ല. ഒരു പ്രത്യേകത അതാണ്. അതെ. മണ്ണിൽ ചെയ്യുന്ന പോലെ തന്നെ കൃത്യമായിട്ടുള്ള ഏതാണ്ട് നമുക്കൊരു 45 ദിവസം കഴിയുമ്പോൾ എന്നുള്ള വിധത്തിൽ തന്നെ വിളവിന്റെ കാര്യത്തിലൊന്നും എല്ലാം ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി 100% നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും വേണമെങ്കിലും നമ്മളെ ഒരു ചെറിയ തടസ്സങ്ങളില്ലെങ്കിൽ അതെ തീർച്ചയായിട്ടും അതിപ്പോ പുറത്ത് മണ്ണിൽ ചെയ്യുന്നവനും അങ്ങനെ തന്നെയല്ലേ പറയാൻ പറ്റും. ഇപ്പോൾ ഈ മുളക് ഏറ്റവും പെട്ടെന്ന് കുരുടിപ്പ് ബാധിക്കുന്ന ഒരു സംഭവമാണ് കുരുടിപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു 10 തൈ വെച്ചാൽ ഒരു 7 കിട്ടിയാൽ മതി. രാസകീടനാശിനി അടിക്കുകയാണെങ്കിൽ 10-ൽ 10 കിട്ടും. നല്ല എരിവും മണവുമുള്ള ഉടങ്കൊല്ലി എന്ന് പറയുന്ന ഒരു ടൈപ്പ് മുളകുണ്ട്. പിന്നെ വയലറ്റ് മുളക് കണ്ടു. അതെ. പിന്നെ കാന്താരി പലതരം വയലറ്റ് കാന്താരി ഉണ്ട്, വെള്ളക്കാന്താരി ഉണ്ട്, നോർമൽ കാന്താരി മുളകുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഇപ്പം അത്യാവശ്യം എല്ലാം കുഴപ്പമില്ലാതെ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് അസുഖം വന്നതിന് ശേഷം ഞാൻ രണ്ടാമത് തന്നെ വെട്ടിക്കളഞ്ഞ് മരുന്ന് കൊടുത്ത് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇതൊക്കെ മുളകിൻ്റെ വരുന്ന അസുഖങ്ങൾ മുളക് പ്രധാനമായിട്ടും വെള്ളീച്ചയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, കുരുടിപ്പ് വരാറുണ്ട്. അത് തന്നെയാണ് പ്രധാനമായും ഉണ്ടാകാറുള്ളത്. അപ്പോൾ നമ്മളത് ഈ പറഞ്ഞതുപോലെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായും ചെയ്യണം. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇതിനകത്ത് വേപ്പെണ്ണയോ അതുപോലുള്ള എമൽഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രമേ അത് നിൽക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ കീടങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മുളകും വെണ്ടയും ഒക്കെ നമുക്കൊരു 4 മൂട് വെണ്ട ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് 2 ദിവസത്തിലൊരിക്കലും വെണ്ട എടുക്കാനായിട്ട് പറ്റും. കാശ് തുടങ്ങി കഴിഞ്ഞാൽ എടുക്കാനായിട്ട് പറ്റും. എനിക്ക് കൗതുകം എന്താണെങ്കിൽ കൊത്തമര, വള്ളിപ്പയറുണ്ട്. അതെ, കൊത്തമര നന്നായിട്ട് കിട്ടും. കൊത്തമര നമുക്ക് ഈ പറഞ്ഞ മാതിരി ചെറിയൊരു കുരുടിപ്പിൻ്റെ പ്രശ്നമാണ് നമുക്ക് അതിലും വരുന്നത്. അല്ലാതെ വേറെ അസുഖങ്ങളൊന്നും ഇതുവരെ അങ്ങനെ ബാധിച്ച് കണ്ടിട്ടില്ല ഇതിനകത്ത്. നമ്മൾ ഈ കായ്ച്ചക്കണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താണ് വൈകുന്നേരങ്ങളിൽ ഒന്ന് പുകച്ച് കഴിഞ്ഞാൽ ഇവിടെ തീയിട്ട് കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് ഈ കിടങ്ങളൊക്കെ ഒന്ന് ചാടിക്കൊള്ളും. അപ്പോൾ ചെറിയൊരു നമ്മൾ ഒരു കനലിൽ ഇവിടെ കൊണ്ട് എരിച്ച് വെച്ച് കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ കുറേ കീടങ്ങൾ അതിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു കീട നിയന്ത്രണം കൂടെ ഉണ്ട്. നോർമലി നമ്മൾ പുക ഉണ്ടാക്കിയാൽ മാത്രം, തീ ഉണ്ടാക്കിയാൽ മതി. കുറച്ച് തീ എന്താ പറയുക, തീ കനൽ പോലെ എന്തെങ്കിലും കൊണ്ട് വെച്ചിട്ട് നമ്മൾ തൊണ്ടൊക്കെ ഇട്ട് കത്തിച്ചിട്ട് ഇവിടെ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം ചെയ്യുന്നുള്ളൂ. അതിലേക്ക് വന്നോളൂ. ഈ പ്രകാശം ഒക്കെ വരുമ്പോഴത്തേക്ക് അതിലേക്ക് അതിനെ വന്നോളും. ഇല്ല, സീസണലായിട്ടുള്ള നമ്മുടെ ഈ ക്യാബേജ്, കോളിഫ്ലവർ പോലുള്ള സംഭവങ്ങളുണ്ട്. അതിനകത്ത് ഇത് കഴിഞ്ഞ സീസണിൽ വെച്ചിരുന്ന ക്യാബേജിൻ്റെ കൂടെ എടുത്ത് കളഞ്ഞതിന് ശേഷം അതിൽ നിന്ന് 2 തൈകളാണ് ഇരിക്കുന്നത്. അത് ഭംഗിയായിട്ട് വരുന്നുണ്ട്. അതെ. പിന്നെ പാലക്ക് ചീരയുണ്ട്, തക്കാളി. ഇത് രണ്ടാം തലമുറ തക്കാളിയാണ്. ഒന്നും കാശ് കഴിഞ്ഞു, അടുത്തത് കായ്ക്കാറായി വരുന്നു. കോവലുണ്ട്, പാഷൻ ഫ്രൂട്ടും ഉണ്ട് അല്ലേ? പാഷൻ ഫ്രൂട്ടും കോവലും.
കോവല് വിളവെടുക്കാൻ നിർത്തിയേക്കാണ്. അതെ, ഇത് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ഇത് വെറുതെ പറിച്ച് കഴിക്കാനും പറ്റും. നമ്മൾ കുറച്ചുകൂടെ ഇളയതാണെന്നുണ്ടെങ്കിൽ പറിച്ച് കഴിക്കാൻ പറ്റും. ഇത് നല്ല കീടങ്ങളൊന്നും ഇല്ല, നല്ല നാച്ചുറലായ സാധനങ്ങളാണ്. പാവലും ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക്, പാവലിപ്പം ഇല്ല. ബാക്കി കോവല് 2 പർപ്പസാണ്. ഒന്ന് താഴെ അധികം വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഡെയിലി കോവൽ കിട്ടും. നമുക്ക് വീട്ടിലെ ആവശ്യത്തെക്കാളും കഴിഞ്ഞ് കോവൽ കിട്ടും. തൊട്ട് താഴെ തന്നെ നമ്മുടെ ഒരു ഫാർമേഴ്സ് സഹകരണ സംഘമുണ്ട്. ഞാൻ അവിടെ കൊടുക്കാറുണ്ട് പതിവ്. സാധാരണ ഇവിടെ എക്സ്ട്രാ വരികയാണെങ്കിൽ അവിടെ കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുവന്നാൽ പെട്ടെന്ന് അവർ വാങ്ങിക്കുകയും ചെയ്യും. കാര്യം വാങ്ങിക്കാൻ ആൾ വരികയും ചെയ്യും. പ്രത്യേകിച്ച് കാന്താരിയൊക്കെ ആണെങ്കിൽ ഒരു 400 രൂപയ്ക്ക് മുകളിൽ 500 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് കാന്താരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഇത്രയും കാന്താരിയുടെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ മുളകെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഇപ്പോഴും ഒരു വെല്ലുവിളിയാണ്. കാര്യം പെട്ടെന്ന് അസുഖം വരുന്ന സംഭവമാണ്. അങ്ങനെ ഒരു വാശിക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 10-12 മൂട് മുളക് ഇപ്പോൾ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഇതിനകത്ത്. ഈ ചേനയായാലും ചേമ്പായാലും കൂർക്കയായാലും ഈ പറയുന്ന അരറൂട്ടായാലും ഒന്നിനും വേറെ അസുഖങ്ങളൊന്നും അങ്ങനെ ബാധിക്കില്ല. ഇഞ്ചിയും ഒരു അസുഖം അങ്ങനെ വരാറില്ല. ചീര ഇപ്പോൾ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്ന സാധനം. പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നതാണ്. നമ്മുടെ കുഴിപ്പള്ളത്തു നിന്ന് ഞാൻ വാങ്ങിയ തൈയാണ്. ഇത് പെട്ടെന്ന് പടർന്ന് പോകും. ഇങ്ങനെ പടർന്ന് പോവുകയാണ്. നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം കട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് ചെടികളാണ്. ഇതെല്ലാം കുറേ തൈകൾ വാങ്ങിയിട്ടാണ് ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2ആക്കി അങ്ങനെയാണ് ചെയ്യുക. ഈ നമ്മൾ ആന്തൂരിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഓർക്കിഡ് വാങ്ങിക്കുമ്പോഴേക്കും ഭയങ്കര വിലയാണ് സത്യം പറഞ്ഞാൽ. 250 രൂപയ്ക്ക് കുറഞ്ഞൊരു ഓർക്കിഡ് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വാങ്ങിയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2-3 ഒക്കെ ആക്കി വയ്ക്കുകയാണ് പതിവ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതാണ് നഴ്സറി. പൂക്കുമ്പോൾ ഞാൻ താഴെ കൊണ്ടുപോയി വീടിൻ്റെ മുമ്പ് കൊണ്ടുപോയി. ഇവിടെ വന്നിട്ട് എല്ലാം ഔഷധ ചെടികളുടെ ഒരു കൂട്ടായ്മയാണ് ഈ വിഭാഗത്തിലാണ് ഉള്ളത്. ശംഖുപുഷ്പമുണ്ട്, അത് നീലയും വെള്ളയും ഉണ്ട്. പിന്നെ കറ്റാർവാഴയുണ്ട്, ബ്രഹ്മിയുണ്ട്, അത് ബ്രഹ്മിയാണ്. ഇത് വന്നിട്ട് ചങ്ങലം പ്രണ്ട എന്ന് പറയുന്ന സാധനം. പിന്നെ പഴുതാരവല്ലി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതൊക്കെ പലതരം ഔഷധങ്ങളാണ്. ഞാൻ കൃത്യമായിട്ട് ഇത് മുറികൂട്ടി എന്ന് പറയുന്ന സാധനമാണ് കാണിക്കുന്നത്. ഇതൊക്കെ പല രോഗങ്ങൾക്കും നമ്മൾ പണ്ട് കാലത്ത് ആൾക്കാർ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാണ്. ഇനിയിപ്പോൾ ഈ സത്യം പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മാത്രം എന്താണെന്ന് എനിക്ക് അറിയാവൂ. അതിനകത്ത് ബാക്കിയൊക്കെ ഇനി ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ ഉപയോഗത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫലത്തിൽ ഇത്രയധികം സാധനങ്ങൾ ചെറിയ ഉള്ളി വരെ ഉണ്ടാക്കി. ചെറിയ ഉള്ളി ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ ഉള്ളി ഞാൻ പ്രതീക്ഷിച്ചില്ല അത്രയും കിട്ടുമെന്നുള്ളത്. ചെറിയ ഉള്ളി നമ്മൾ വെച്ച് അതിനകത്തും വരെ അസുഖങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. വെള്ളം നല്ലോണം വാർന്നു പോകണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. കരിയിഞ്ചി എന്ന് പറഞ്ഞൊരു വെർഷനാണ്. കുറച്ച് ഔഷധ ഗുണങ്ങളാണെന്ന് പലരും പറഞ്ഞ് എൻ്റെ സുഹൃത്ത് തന്നതാണ്. ഒരു ഇതേ ഉള്ളൂ. ഇനി അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഇപ്പോൾ സമയമായി. വേണമെങ്കിൽ എടുത്ത് മാറ്റി വെക്കാൻ കുറച്ച് തൈകൾ വരുന്നുണ്ട്. ഇപ്പം എടുത്തിട്ടില്ല, എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. കരിയിഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔഷധ കടകളിലൊക്കെ ഇത് ആവശ്യക്കാരുണ്ട്. എന്താണ് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ചിലയിടത്തൊക്കെ കണ്ടത് ഇപ്പോൾ മണ്ണും വേണ്ട, ഈ കിഴങ്ങുകൾക്കൊക്കെ കരിയില മാത്രം മതി എന്നുള്ള വിധത്തിൽ ചിലയിലേക്ക് നോക്കി തുടങ്ങണം. കാര്യം വെച്ചാൽ ഞാൻ മണ്ണ് ഇനി കൂടുതൽ ഇതിനകത്ത് ഇനി കയറ്റുന്നില്ല. മണ്ണിന്റെ അളവ് കുറച്ചാൽ ടെറസിലുള്ള വെയിറ്റ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. പലരുടെയും വീഡിയോ ഞാൻ കാണുന്നുണ്ട്. അത് ഈ കരിയില തന്നെ നല്ലൊരു മീഡിയമാണ് വളർത്താനായിട്ട്. അപ്പോൾ കരിയില കൂടുതൽ അളവ് കരിയില കൊടുത്തിട്ട് കുറച്ച് മണ്ണിട്ടാൽ മതി. അപ്പോൾ നമുക്ക് വെയിറ്റ് മാക്സിമം കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല അതിനകത്ത് വെള്ളവും കുറേ നേരം കൂടുതൽ നേരം നിൽക്കും. ഈ കരിയില പൊടിയാകുമ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളം നിൽക്കും, വേര് ഓടാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ മാതിരി ചേന പോലുള്ള സംഭവങ്ങൾക്ക് അത് എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ചെയ്യണം, അതിലേക്ക് വരണം. കാര്യം മണ്ണ് ഇനി തോന്നുന്നു കയറ്റാൻ പറ്റത്തില്ല. മണ്ണ് ഞാൻ പുറത്തുനിന്ന് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ മണ്ണില്ല. അത് 4 സെന്റിനകത്തുള്ള കൃഷിയായതുകൊണ്ട് മണ്ണില്ല അതിനകത്ത്. മണ്ണ് പുറത്തുനിന്ന് 4 സെന്റ് ഉള്ളൂന്നുണ്ടെങ്കിലും ഇതിനകം ഒരു 100 കണക്കിന് വെറൈറ്റി ഇവിടെ പരീക്ഷിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇതിനകത്ത് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ പോലും മാവ്, ജാമ്പ, വലിയ ജാമ്പ, മറ്റേ പനീർ ജാമ്പ എന്ന് പറയല്ലോ, അതുണ്ട്. പിന്നെ നാരകം, മുള്ളാത്ത, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് താഴെയുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുപ്പ് കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും സാധനം ബാക്കിയുണ്ട്. ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു ഒക്ടോബർ വരെ അതിനകത്ത് നിന്ന് വിളവ് കിട്ടും. ഇപ്പോഴത്തെ ഫാഷനായി മാറിയല്ലേ? തീർച്ചയായിട്ടും. ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് രണ്ട് വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത്. മഞ്ഞ നിറത്തിലുള്ളൊരു ഡ്രാഗണുണ്ട്, വയലറ്റ് നിറത്തിലുള്ള ഡ്രാഗണുണ്ട്. അപ്പോൾ അത് കുറേ കാകൽ കിട്ടി. എനിക്ക് ആകെ 4 ചുവട് ഡ്രാഗൺ മാത്രമേ വെച്ചിട്ടുള്ളൂ അതിനകത്ത്. പ്രത്യേകിച്ച് പറയാൻ അസുഖങ്ങളൊന്നും ഇതിനകത്ത് അങ്ങനെ വന്ന് കണ്ടിട്ടില്ല ഇതുവരെയും. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കാഴ്ച കിട്ടുന്നത്. അപ്പോൾ ഇത് പൂത്ത് കഴിഞ്ഞ് ഇത് കായായി നിൽക്കുകയാണ്. കുറച്ചുകൂടെ വലുതായി ഇത് നമ്മൾ പൂത്ത് കഴിഞ്ഞാൽ കറക്റ്റ് 30 ദിവസം, പൂവിട്ട് കഴിഞ്ഞാൽ 30 ദിവസമാണ് ഇതിൻ്റെ ഇത് എടുക്കാനുള്ള സമയം.
കായ ഇഷ്ടം പോലെ ഇതിപ്പം മഞ്ഞ ഇപ്പൊ കാച്ചു വരുന്നത് മഞ്ഞ നിറത്തിലുള്ളതാണ്. അത് ഇനി വിളഞ്ഞു വരണം. ടേസ്റ്റ് തോന്നിയത് രണ്ടിന്റെയും അഭിപ്രായം നാട്ടുകാരൊക്കെ രണ്ടും പറയുന്നുണ്ട്, രണ്ടിനും ആരാധകരുണ്ട്. പുറമേ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും ടേസ്റ്റ് കൂടുതലുണ്ടാവും. മധുരം നല്ലോണം ഉണ്ട് ഇതിന്. നമ്മൾ കഴിച്ചാലും സുഹൃത്തുക്കളെ കൊടുത്താലും അവർ പറഞ്ഞത് തന്നെയാണ്. പുറമേ നിന്ന് വാങ്ങി കഴിക്കുന്നതിനുള്ള വ്യത്യാസം വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില അറിയാമല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ വിഷം അടിച്ച് വരുന്ന സാധനം കറിവേപ്പിലയാണ്. അതുകൊണ്ട് തന്നെ കറിവേപ്പില പുറമേ നിന്ന് വാങ്ങിക്കില്ല എന്നുള്ളൊരു വാശിയായിരുന്നു. അങ്ങനെ ഒരു സുഹൃത്ത് തന്നതാണ് കറിവേപ്പിലയുടെ തൈകൾ. അതിനെ മുളപ്പിച്ച് ഡ്രമ്മിലത്താക്കി ഇനി അതിനെ ഒടിച്ചൊടിച്ച് വിട്ടാനായിട്ടുള്ളൂ. ഇത് വന്നിട്ട് നമ്മൾ ഈ നമ്മുടെ ബിരിയാണിയിലേക്ക് ഇടുന്ന ഒരു ഇലയുണ്ടല്ലോ, രമ്പയില എന്ന് പറഞ്ഞു, ഇതാണ്. ഇത്രയും ആവശ്യമില്ല, ഞാൻ പൊടിച്ചു ആൾക്കാർ കൊടുക്കുകയാണ് ചെയ്യുക. കാര്യം ഇത് ഡ്രാഗൺ ഫ്രൂട്ടിനെ ഇപ്പോൾ ഹൈജാക്ക് ചെയ്തു ശരിക്കും പറഞ്ഞാൽ. ചെറിയൊരു തൈ വെച്ചതാണ്. ബാക്കി ഞാനിത് കുറച്ച് ഓരോ അവിടെ ആരെങ്കിലും വരുമ്പോഴത്തേക്കും ഇത് ഒടിച്ചു കൊടുക്കും. അപ്പോൾ കൊണ്ട് അങ്ങനെയാണ് അത് ഒഴിവാക്കുക സത്യം പറഞ്ഞാൽ. ഇത് തായ്ലൻഡ് കുള്ളൻ എന്നറിയപ്പെടുന്നൊരു വാഴയാണ്. ഇതുവരെ കാശില്ല. ഞാൻ അതും കുഴിപ്പള്ളത്ത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. അത് നല്ല ഗൂഗിൾ ഇമേജിൽ ഞാൻ നോക്കിയപ്പോൾ നല്ല ഒരു കൊല വരുന്നുണ്ട്. ചെറിയ കൊലയാണ്, പക്ഷേ അത് ഇതുവരെ കാശില്ല, കായ്ക്കാറായി വരുന്നതേ ഉള്ളൂ. എന്തായാലും അത് നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്. പൂക്കൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വിടണമെന്ന് വെച്ചാൽ തേനീച്ചകളെ അത് കൊണ്ടുവരും. നമുക്കിപ്പോൾ ചെറുതേനീച്ച അധികം ഉയരങ്ങളിൽ പോയിട്ട് തേനെടുക്കുന്ന സംഭവങ്ങളല്ല. അപ്പം ഇതിനകത്തുള്ള ചെറിയ പൂക്കളൊക്കെ ഇഷ്ടംപോലെ തേനീച്ച വരും, പരാഗണം നടക്കും. അപ്പം നമുക്ക് കായ്ഫലം കൂടും എന്നുള്ളതാണ് ഒരു ഘടകം. അങ്ങനെയാണ് തേനീച്ച വെച്ചിരുന്നത്. തേനീച്ച ഇനി വാങ്ങി വെക്കണം. തേനീച്ച പെരുന്തേനാണത്, ഈ ഇരുന്ന് രണ്ടെണ്ണം. ഇപ്പം എനിക്കൊരു ചെറിയ അബദ്ധം കാരണം നശിച്ചു പോയതാണ്. വീണ്ടും അത് വന്നിട്ട് ഞാൻ എറുമ്പിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് പറഞ്ഞു തന്ന ഒരാൾ, അതൊരു ഭയങ്കര അബദ്ധമായിപ്പോയി. ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയ ഒരു അബദ്ധമാണ് ഇപ്പോൾ പറ്റിപ്പോയത്. അതെൻ്റെ 2 കൂടും നശിച്ചു പോയി. ഇത് വളരെ ഹൈജീനിക്കായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ തേനീച്ച കൃഷി എന്ന് പറയുന്നത്. നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം തുറക്കുമ്പോഴും അതിനെ എടുക്കുമ്പോഴും കൂട് പിരിക്കുമ്പോഴൊക്കെ ആയാലും നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതെനിക്കിപ്പം നേരിട്ട് ബോധ്യപ്പെട്ടു. ഇത് വന്നിട്ട് സുന്ദരി ചീരയാണ്. അത് തണ്ട് വയലറ്റ് നിറവും നല്ല ഇളം പച്ച നിറത്തിലുള്ള ഇലയുമാണ്. അതിന്റെ ഇത് വിത്തിന് വേണ്ടി ഇപ്പം നിർത്തിയിരിക്കുന്നതാണ്. എടുത്തു കഴിഞ്ഞതിന് ശേഷം നേരത്തെ നമുക്ക് 3 തരം ചീര കാണിച്ചു തന്നു. ചുവന്ന ചീര, പച്ച ചീര എന്ന് പറഞ്ഞൊരു ചീരയുണ്ട്. അത് നല്ല ചുവന്ന നിറത്തിലുള്ള, മുഴുവൻ ചുവന്ന നിറത്തിലുള്ള ചീരയാണ്. പിന്നെ പൊന്നാങ്കണ്ണി ചീരയുണ്ട്. അത് ചീര നമ്മൾ നോർമൽ ചീര പോലെയുള്ള ഷേപ്പല്ല, അത് വേറൊരു ടൈപ്പ് ചീരയാണ്. ഇതിപ്പോ 4ാമത്തെയാണ്. അതെ. പൊന്നാങ്കണ്ണി തന്നെ വേറെ ഒരു ചീരയും കൂടെ ഉണ്ട്, പക്ഷെ അത് തൈ ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. അത് പേര ഇത് നമ്മുടെ എന്താണ് കിൻഡൽ പേരാന്നൊക്കെ പറയുന്നില്ലേ, അതാണ് സംഭവം. നല്ല വലിപ്പമുള്ള പേരയാണ് ഇത്. നല്ലവണ്ണം പൂ വന്ന് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ശരിക്കും പുറത്തുനിന്ന് വന്ന ആളാണ്. അതെ എന്നാണ് തോന്നുന്നത് എനിക്ക്. ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഇതെല്ലാം. അത് പുറമേ നിന്നുള്ള വെറൈറ്റികളാണ് ഇതെല്ലാം. നമ്മൾ കടയിലൊക്കെ ഇരിക്കണാണുമ്പോൾ പേടിയാവും. ഇപ്പം നിറയെ നല്ല വലിപ്പമുണ്ട്, പക്ഷെ അത് വാങ്ങിക്കാനും ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. കാര്യം ഇത്രയും വലിപ്പത്തിൽ എങ്ങനെ ഇത് കിട്ടും എന്നുള്ളൊരു സംശയം വരും. വളം നല്ലവണ്ണം കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ മരുന്ന് നല്ലവണ്ണം അടിച്ചിട്ടുണ്ടാകും എന്നുള്ള സംശയമുള്ളതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് പുറമേ നിന്ന് അങ്ങനെ അത് വാങ്ങിക്കാറില്ല. അതുകൊണ്ട് തന്നെ മാങ്ങ എന്ന് പറയുന്നത് ഒരു കോട്ടുകണം മാവ് ഫ്രണ്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം കായ്ക്കുന്നുണ്ട് മാവ്. കഴിഞ്ഞ 3 വർഷമായി ഞാൻ വെച്ചിട്ട്. ഞാൻ ഇച്ചിരി വലിയൊരു മാവാണ് വാങ്ങി വെച്ചത്, നല്ല ഹൈറ്റുള്ളൊരു മാവ് വാങ്ങി വെച്ചത്. അപ്പോൾ അത് എല്ലാ വർഷവും അത് നല്ലോണം കായ്ക്കുന്നുണ്ട്. ഇത്ര അധികമായി അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ അടുത്ത വീടുകളിൽ കൊടുക്കും, അമ്മയ്ക്ക് കൊടുക്കും. പിന്നെ ഞാൻ പിടിക്കില്ല ജോലി ചെയ്യുന്നത് കുമ്പളിയിൽ. അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സിന് കൊണ്ടേ കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ പച്ചക്കറി ഇടുക്കിയിൽ ഇവിടുത്തെ പച്ചക്കറി ഇടുക്കിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി എൻ്റെ റൂംമേറ്റ്സിനും ഫ്രണ്ട്സിനും കൊടുക്കാറുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കണ്ണിന് പൊന്നെന്നാണ് അതിനെ. ഞാൻ 10 ജോലി ചെയ്തപ്പോൾ കൊണ്ടുവന്നതാണ്. അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞറിഞ്ഞതാണ്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണിത്. അപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞത്, കണ്ണിന് പൊന്നാണ്, അതാണ് പൊന്നാങ്കണ്ണി എന്ന് പേര് വന്നത് എന്ന് അവിടെ നിന്ന് കിട്ടിയ അറിവാണ്. ഈ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി എന്നൊക്കെ പറയുന്നത്. ആഴ്ച ഒരിക്കലെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഞാൻ പച്ചക്കറി ഇടുക്കിയിൽ 10 തേലൊക്കെ പോയിട്ടുണ്ട്. വീട്ടിലേക്ക് വേണ്ട ബയോഗ്യാസ് ഉണ്ട്. അതെ, പച്ചക്കറികളെല്ലാം ഉണ്ട്. കാന്താരി വിൽക്കുന്നുണ്ട്. കാന്താരി വിൽക്കുന്നുണ്ട്. കോഴിമുട്ട, അതും ശരിക്കും നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയും നമ്മളെ വീട്ടിലുണ്ടാകുന്ന മുട്ടയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്.
ഞാൻ കഴിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. പ്രത്യേകിച്ച് അതിൻ്റെ നിറം, മഞ്ഞ നിറം എന്നുള്ളത്. ഗിരിരാജ കോഴിയായിരുന്നു ഉണ്ടായി. അപ്പോൾ ഗിരിരാജ ഒരു 5 കോഴി ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡെയിലി ഒരു 4-3 മുട്ട, മിനിമം 3 മുട്ട കിട്ടും. ടെക്നോളജിയിലൊക്കെ മാറ്റുന്ന വിധത്തിലേക്ക് ഇതാണ്. അപ്പോൾ ആ വിധത്തിലേക്ക് മാറുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഞാനിത് അതിലേക്ക് മാറും, ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ട്. തൽക്കാലം ഇപ്പോൾ ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഉടനെ ചെയ്യും. ഒരു പക്ഷേ നമ്മൾ ഇനി കാണുമ്പോൾ ആ സ്റ്റാൻഡ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ വേറൊരു വിധത്തിലൊരു സ്റ്റാൻഡ് ഉണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് ഒടുവിലാണ് ഇതെല്ലാം മാനം തൊട്ട് ഭൂമി വരെ ഈ പ്രദേശത്ത് ഒന്നിച്ചേക്കുന്നത്. അതെ പൊട്ടിക്കാറായി. ഓക്കെ. ഇത് നല്ല മധുരം ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഇതുപോലെ തന്നെ മധുരമുള്ള കൃഷിയാണ് ഈ മട്ടുപ്പാവിന് മുകളിലുള്ളത്. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.